കാന്തല്ലൂർ പഞ്ചായത്തിലെ കീഴാന്തൂർ മേഖലയിൽ വന്യമൃഗശല്യം കാരണം കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നു. കാട്ടുപോത്ത്, കാട്ടാന, കാട്ടുപന്നിക്കൂട്ടം തുടങ്ങിയവ ദിവസവും കാർഷിക വിളകൾ നശിപ്പിക്കുകയാണ്. കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും അതിരൂക്ഷമാണ്. ഇപ്പോഴും കാട്ടുപോത്തുകൾ കൃഷിയിടങ്ങളിൽ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. കാന്തല്ലൂർ പഞ്ചായത്തിലെ കീഴാന്തൂരിൽ കൊച്ചുമാളിയിൽ ഓമനയുടെ 80 സെന്റിലുള്ള കപ്പ, ക്യാബേജ്, പച്ചമുളക്, കാപ്പി, ഇഞ്ചി തുടങ്ങിയ കൃഷിവിളകളാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. 5 വർഷത്തിനിടെയാണ് ഇത്രയധികം ശല്യം പ്രദേശത്തുണ്ടാകുന്നതെന്ന് ഓമന പറയുന്നു. പ്രദേശവാസികൾ എല്ലാവരും തന്നെ കൃഷിയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരാണ്. കൃഷി സ്ഥലത്തിനു ചുറ്റും വേലികെട്ടി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതും ഫലവത്താവുന്നില്ല. ഏപ്രിൽ നട്ട കപ്പയാണ് ഇത്. ഇപ്പോൾ പറിക്കേണ്ട സമയമായി കപ്പ. ഒരൊറ്റ ചൂട് കപ്പ പോലും ഇല്ല. മുഴുവനും കാട്ടുകുരങ്ങും മുള്ളംപന്നിയും ആയിട്ട് മുഴുവനും തിരഞ്ഞു പറക്കി കളഞ്ഞു. ഒന്നും തന്നെ ഇല്ല. ഒരു ചൂട് പോലും പറിക്കാനില്ല. 700 ചൂട് കപ്പ നട്ടതാണ്. അതുപോലെ കഴിഞ്ഞ വർഷം 160 കിലോ 16 തുലാൻ ഇഞ്ചി നട്ടതാണ്. ഇതിന് വേണ്ടിയിട്ട് അപേക്ഷകളൊക്കെ എഴുതി മുഴുവൻ ആന ചവിട്ടിക്കളഞ്ഞു. ഇതിനൊരു അപേക്ഷ എഴുതി ഫോറസ്റ്റിൽ കൊണ്ടു കൊടുത്തിട്ട് അവർ ഒരു രൂപ പോലും നഷ്ടം തന്നില്ല. വേനൽ മഴ കിട്ടാത്തതും പ്രതിസന്ധിയാവുകയാണ്. 1.5 മാസം മുമ്പ് കൃഷിത്തോട്ടത്തിലുള്ള കാട്ടുപോത്തുകളെ ഓടിക്കാൻ പഞ്ചായത്തും വനം വകുപ്പും ദൗത്യസംഘം രൂപീകരിച്ചിരുന്നു. 9 കാട്ടുപോത്തുകളെ ഓടിച്ചെങ്കിലും തുടർന്നുള്ള ദൗത്യം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും കാട്ടുപോത്തുകൾ കൃഷിയിടത്തിൽ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. വന്യമൃഗശല്യം അതിരൂക്ഷമായതോടെ കർഷകർ കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. കാട്ടുപോത്ത്, കാട്ടാന, കാട്ടുപന്നിക്കൂട്ടം തുടങ്ങിയവ ദിവസവും കാർഷിക വിളകൾ പ്രദേശത്ത് നശിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മറയൂർ.